ഹലോ, വെൽക്കം ടു അവർ ചാനൽ ട്രയോ ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള മാധവ് ഗാഡ്ഗിലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് PSC ക്വസ്റ്റ്യൻസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ജനനം 1942 മെയ് 24 മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. 2026 ജനുവരി 8 തൻ്റെ 83-ാം വയസ്സിലാണ് ഇദ്ദേഹം അന്തരിക്കുന്നത്. സോ ഇനിയുള്ള പരീക്ഷകളിൽ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ ചോദ്യം, പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണെന്നാണ്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി അഥവാ വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ WGEEP. അടുത്ത ചോദ്യം, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച വർഷം 2011 ഓഗസ്റ്റ് 31. അടുത്ത ചോദ്യം, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിൻ്റെ എത്ര ശതമാനം പ്രദേശമാണ് പാരിസ്ഥിതിക ദുർബല പ്രദേശമായി തിരിക്കാൻ ശുപാർശ ചെയ്തത്? എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ ESZ ഏകദേശം 64%. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകൾ പഠിക്കാൻ പിന്നീട് നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? കസ്തൂരിരംഗൻ കമ്മിറ്റി. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിൻ്റെ എത്ര ശതമാനമാണ് പാരിസ്ഥിതിക ദുർബല പ്രദേശമായി നിലനിർത്താൻ ശുപാർശ ചെയ്തത്? 37%. മാധവ് ഗാഡ്ഗിലിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? എ വാക്ക് അപ്പ് ദ ഹിൽ, ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. അതായത് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. പരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മാധവ് ഗാഡ്ഗിലിന് ലഭിച്ച പ്രധാന ബഹുമതികളാണ് പത്മശ്രീ 1981, പത്മഭൂഷൺ 2006, UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് 2024. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.